ചേക്കുട്ടി കൂടി നമ്മളോടൊപ്പം ചെയ്തുകൊണ്ട്. ശ്രീ ചേക്കുട്ടി, ഇതിലിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. നേരത്തെ കെ മുരളീധരന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അതുപോലെ കെ സുധാകരനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. പരിചയക്കുറവുണ്ട് എന്നാണ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ നമ്മൾ അതിനെ വിലയിരുത്തപ്പെടും? പാർട്ടിയെ അത് ഏത് രീതിയിലായിരിക്കും അസ്വസ്ഥമാക്കുക? ഈ സമയത്ത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം അത് സുധീരന്റെ ഭാഗത്തുനിന്നായാലും ശരി, മുരളിയുടെ ഭാഗത്തുനിന്നായാലും ശരി, മറ്റ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നായാലും ശരി, അത് കോൺഗ്രസിന് ഗുണം ചെയ്യാനിടയില്ല. കാരണം കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റത്. യഥാർത്ഥത്തില് പിണറായി വിജയൻ സർക്കാരിന് രണ്ടാമതൊരു ഒരു അവസരം കൂടി നൽകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് ആ സർക്കാരിന്റെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഉള്ള ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ അന്ന് കണ്ടത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകളെ റദ്ദാക്കിക്കൊണ്ട് അണികൾക്കിടയിൽ നിന്ന് വന്ന ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് സുധാകരനെ പോലെ ഒരാള്, അദ്ദേഹം അങ്ങനെ ഗ്രൂപ്പുകളിൽ അത്ര സജീവമായിരുന്നില്ല, അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ KPCC അധ്യക്ഷനായി കൊണ്ടുവന്നത്. സുധാകരന് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പാർട്ടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതില് ഇന്ന് നിലനിൽക്കുന്ന അധ്യക്ഷനാരോ അദ്ദേഹത്തിന്റെ കീഴിൽ ഉറച്ചു നിൽക്കാനാണ് പാർട്ടി തയ്യാറാവേണ്ടത്. അത്തരം വിഷയങ്ങൾ ഇപ്പൊ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും യഥാർത്ഥത്തിലില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളത് ഒരു ആളുകൾക്ക് ആലോചിച്ചാൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവും. അത് വ്യക്തിഗതമായിട്ടുള്ള ഒരുപക്ഷെ താല്പര്യങ്ങൾ കൊണ്ടായിരിക്കാം. അതേതായാലും ശരിയായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് കാണാൻ കഴിയില്ല. യെസ്, NP ചേക്കുട്ടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. TG സജിത്ത് തുടരുന്നു.